കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ തൃശൂർ ജില്ലയിലെ വല്ലച്ചിറ ഗ്രാമത്തിൽ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി പ്രാചീന കേരളത്തിന്റെ ചരിത്രപരമായ ഒരു കണ്ണി കൂടിയാണ്. ഏകദേശം 3000 വർഷത്തിലധികം പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ പുണ്യക്ഷേത്രം ഭാരതത്തിന്റെ ദക്ഷിണദേശ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്ന 64 ഗ്രാമങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിച്ചിരുന്ന പുകൾപെറ്റ പെരുവനം ഗ്രാമത്തിന്റെ ഗ്രാമരക്ഷകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിന്റെ വിശ്വാസങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും കലാചാതുരിയെയും ഒരേപോലെ അടയാളപ്പെടുത്തുന്ന ചാത്തക്കുടം ശാസ്താവ് കേവലം ഒരു പ്രതിഷ്ഠ എന്നതിലുപരി വാതരോഗ നിവാരണത്തിനും കാര്യസിദ്ധിക്കും ഭക്തർ ആശ്രയിക്കുന്ന ഒരു ചൈതന്യമാണ്. ഈ ലേഖനം ചാത്തക്കുടം ക്ഷേത്രത്തിന്റെ അഗാധമായ ചരിത്രത്തിലേക്കും വിസ്മയിപ്പിക്കുന്ന ഐതിഹ്യങ്ങളിലേക്കും അതുല്യമായ ആചാരങ്ങളിലേക്കും വെളിച്ചം വീശുന്നു. കേരള ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ പ്രാചീനകാലത്തെ 64 ഗ്രാമങ്ങൾക്കും അവയുടെ ഗ്രാമരക്ഷകർക്കും ഉണ്ടായിരുന്ന പ്രാധാന്യം ബോധ്യമാകും. ഈ ഗ്രാമങ്ങളുടെ ആത്മീയവും സാമൂഹികവുമായ കേന്ദ്രങ്ങളായിരുന്നു അവിടങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങൾ. പെരുവനം ഗ്രാമത്തിൽ ഈ ദൗത്യം നിർവഹിക്കുന്നത് ചാത്തക്കുടം ശ്രീധർമ്മശാസ്താവാണ്. ചരിത്രപരമായി ഇവിടുത്തെ ശാസ്താവിനെ മഹാഗുരു വിശ്വാമിത്ര മഹർഷിയുടെ സങ്കല്പത്തിലാണ് ആരാധിച്ചു പോരുന്നത്. ഒരു ഗ്രാമരക്ഷകന്റെ ധർമ്മം കേവലം പ്രതിഷ്ഠയിൽ ഒതുങ്ങുന്നില്ല. അത് ഗ്രാമത്തിന്റെ ഐശ്വര്യത്തെയും സമാധാനത്തെയും സാമൂഹ്യ ഘടനയെയും സംരക്ഷിക്കുന്ന ഒരു ശക്തിയായി നിലകൊള്ളുന്നു. തൃശൂർ ജില്ലയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ പാതയിൽ പൂച്ചിനിപ്പാടത്ത് നിന്ന് 2.5 കിലോമീറ്റർ കിഴക്കോട്ടും ദേശീയപാത 544 പാലിയേക്കരയിൽ നിന്ന് 3.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും മാറിയാണ് ക്ഷേത്രം. വല്ലച്ചിറ ഗ്രാമത്തിന്റെ ശാന്തത ക്ഷേത്രാന്തരീക്ഷത്തിന് കൂടുതൽ പവിത്രത നൽകുന്നു. ക്ഷേത്രത്തിന്റെ ഊരായ്മ നൂറ്റാണ്ടുകളായി ദേശമംഗലം അവണാവ് മനക്കാർക്കാണ്. എന്നാൽ 1987 മുതൽ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിൽ സംരക്ഷിക്കപ്പെടുന്നു. ഈ കൈമാറ്റം ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയെങ്കിലും ആചാരങ്ങളെയും വിശ്വാസങ്ങളുടെയും പാരമ്പര്യം ഇന്നും അണയാതെ നിൽക്കുന്നു. സാധാരണയായി ശാസ്താക്ഷേത്രങ്ങൾ പടിഞ്ഞാറ് ദിശയിലേക്കോ മറ്റു ദിശകളിലേക്കോ ദർശനം നൽകിയാണ് കാണാറ്. എന്നാൽ ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമുള്ള അപൂർവം ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ സവിശേഷത തന്നെ ക്ഷേത്രത്തിൻ്റെ ആചാരപരവും നിർമ്മാണപരവുമായ പഴമയും പ്രത്യേകതയും എടുത്തു കാണിക്കുന്നു. ചാത്തക്കുടം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യം കേവലം ഒരു വിശ്വാസ കഥ എന്നതിലുപരി പെരുവനം ഗ്രാമത്തിലെ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളെയും അധികാര വടംവലികളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഐതിഹ്യത്തിൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധേയവുമാണ്. പെരുവനം ഗ്രാമത്തിലെ പ്രബലരായ വല്ലച്ചിറ ദേശമംഗലം അവണാവ് മനക്കാരും ചിറ്റൂർ അവണാവ് മനക്കാരും തമ്മിൽ നിലനിന്നിരുന്ന സ്പർദ്ധയും അധികാര തർക്കങ്ങളുമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് വഴി തുറന്നത്. ഈ സ്പർദ്ധയുടെ തീവ്രത കാരണം ഒരു കൂട്ടം ഭക്തർക്ക് ഗ്രാമദേവതയായ തിരുവുള്ളക്കാവ് ശാസ്താവിനെ ദർശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉടലെടുത്തു. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് ചാത്തൻ എന്ന വ്യക്തിയുടെ കഥ ആരംഭിക്കുന്നത്. ഈ വ്യക്തിയുടെ സഹായത്തോടെ തിരുവുള്ളക്കാവ് ശാസ്താവിനെ ഒരു കുടത്തിൽ ആവാഹിച്ച് ഇലകൊണ്ട് മൂടിക്കെട്ടി ചാത്തക്കുടത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ചാത്തൻ കൊണ്ടുവരുന്ന കുടം എന്നതിൽ നിന്നാണ് ചാത്തക്കുടം എന്ന പേര് ഉത്ഭവിച്ചത്. ഈ ഐതിഹ്യത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ 1440 വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഗ്രാമബലി. ഗ്രാമബലി എന്നത് ഗ്രാമരക്ഷകരുടെ ചുമതലയാണ്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ ചാത്തക്കുടം ശാസ്താവ്, തിരുവുള്ളക്കാവ് ശാസ്താവ്, ആറാട്ടുപുഴ ശാസ്താവ് എന്നിവർക്കാണ് ഗ്രാമബലിയുടെ പ്രധാന ചുമതല. ഈ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചാത്തക്കുടം തിരുവള്ളക്കാവ് ശാസ്താക്കന്മാർക്ക് ഒരുമിച്ചുള്ള എഴുന്നള്ളത്താണ്. 2 ദേവതമാർ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളുന്ന അപൂർവമായ ചടങ്ങ് കേരളത്തിൽ ഇവിടെ മാത്രം കാണുന്ന ഒന്നാണ്. 1440 വർഷത്തെ പൂരങ്ങളിൽ ഇത് പിന്തുടരുന്നു. ചാത്തക്കുടം ക്ഷേത്രത്തിൻ്റെ ഉത്സവ ഐതിഹ്യവുമായി അഭേദ്യവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവുള്ളക്കാവ് ശാസ്താവ് എഴുന്നള്ളാൻ ചാത്തക്കുടത്ത് നിന്നാണ് ആനയും സന്നാഹങ്ങളും എത്തേണ്ടത്. ഈ യാത്രയിൽ ആനയ്ക്ക് കഴുത്തിലെ മണി, കൈമണി, പള്ളമണി എന്നിവ ഒഴിവാക്കാറുണ്ട്.
ഇതിൻ്റെ കാരണം ആരുമറിയാതെ തിരുവുള്ളക്കാവ് ശാസ്താവിനെ ചാത്തക്കുടത്തേക്ക് കൊണ്ടുവരുന്ന ഐതിഹ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ശബ്ദമുണ്ടാക്കാതെ രഹസ്യമായി ശാസ്താവിനെ കൊണ്ടുവന്ന ആ ചരിത്രപരമായ മുഹൂർത്തത്തെയാണ് ഈ നിശബ്ദ യാത്ര അനുസ്മരിക്കുന്നത്. ഇതിനു പുറമെ ശാസ്താവ് പിടിക്കപ്പറമ്പിൽ നിന്ന് ചാപ്പക്കായൽ വഴി ചാത്തക്കുടത്തെത്തി എന്ന മറ്റൊരു കേട്ടുകേൾവിയും നിലനിൽക്കുന്നുണ്ട്. ഈ വിശ്വാസങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പിടിക്കപ്പറമ്പ് പൂരത്തിനും ചരിത്രപ്രസിദ്ധമായ ആനയോട്ടത്തിനും ശാസ്താവ് ആയുധേയനായി നിലകൊള്ളുന്നത്. ചാത്തക്കുടം ശ്രീധർമ്മ ശാസ്താവ് അറിയപ്പെടുന്ന പ്രധാന സവിശേഷത വാതരോഗ നിവാരണ മൂർത്തി എന്ന നിലയിലാണ്. വൈദ്യശാസ്ത്രത്തിന് പോലും ചിലപ്പോൾ സാധിക്കാത്ത വാതരോഗ ശമനത്തിനായി ഭക്തർ ശാസ്താവിനെ ആശ്രയിക്കുന്നു. വാതരോഗ നിവാരണത്തിനായി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് എണ്ണയാട്ടം. പ്രത്യേക രീതിയിൽ ശാസ്താവിനെ ആടിയെടുക്കുന്ന ഈ എണ്ണ രോഗശമനത്തിന് ഉത്തമമായും കണക്കാക്കപ്പെടുന്നു. എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ രാവിലെ നിർമ്മാല ദർശനത്തിന് ശേഷം 5:30-ക്കാണ് എണ്ണയാട്ടം നടക്കുന്നത്. ആടിയ എണ്ണ ലേപനം ചെയ്യുന്നതും സേവിക്കുന്നതും എണ്ണയാട്ടം സമയത്ത് ശാസ്താവിനെ ദർശിക്കുന്നതും വാതരോഗ ശമനത്തിന് അത്യുത്തമമായി കരുതപ്പെടുന്നു. കേരളത്തിൽ എണ്ണയാട്ടം വഴിപാടിന് പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാത്തക്കുടം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പോലും ഒരു രോഗശമനത്തിൻ്റെ കഥ പറയുന്നു. ആനപ്പള്ള മതിൽ എന്നറിയപ്പെടുന്ന ഈ ചുറ്റുമതിലിൻ്റെ നിർമ്മാണത്തിന് പിന്നിലും ശാസ്താവിൻ്റെ ചൈതന്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വാതരോഗം കാരണം നടക്കാൻ പോലും സാധിക്കാതെ വിഷമിച്ചിരുന്ന ഒരു ഭക്തൻ രോഗശമനത്തിനായി ശാസ്താവിൻ്റെ തിരുനടയിൽ മണ്ഡലകാലത്ത് ഭജനമിരുന്നു. അദ്ദേഹം ശാസ്താവിന് ആടിയ എണ്ണ ശരീരത്തിൽ ലേപനം ചെയ്യുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തന്നെ പുലി പിടിക്കാനായി വരുന്നതായി അദ്ദേഹത്തിന് തോന്നലുണ്ടായി. ഭയന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം എഴുന്നേറ്റ് ഓടി. പിന്നീട് അവിടെ പുലി ഉണ്ടായിരുന്നില്ല എന്നും പുലി ഒരു തോന്നൽ മാത്രമായിരുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ നടക്കാൻ കൊതിച്ച തനിക്ക് ഓടുവാൻ വരെ സാധിച്ചത് ശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഭക്തൻ ശാസ്താവിനുള്ള തൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ പ്രൗഢിയാർന്ന ഒരു ആനപ്പള്ള ചുറ്റുമതിൽ നിർമ്മിച്ചു നൽകി. ഇന്നും ഈ മതിൽ ക്ഷേത്രത്തിന് അലങ്കാരമായി ഈ അത്ഭുത കഥയുടെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവാണെങ്കിലും മറ്റ് ഉപദേവതകളുടെ സാന്നിധ്യം ക്ഷേത്രത്തിന് പൂർണ്ണത നൽകുന്നു. പ്രധാന പ്രതിഷ്ഠയായ ശാസ്താവ് കിഴക്കോട്ട് ദർശനമുള്ള ഗ്രാമരക്ഷകനാണ്. ചുറ്റമ്പലത്തിനകത്ത് ഗണപതി, ചാപ്പാ ഭഗവതി, ശിവൻ എന്നീ ഉപദേവതകളെയും ആരാധിക്കുന്നു. ചുറ്റമ്പലത്തിന് പുറത്തായി തെക്കും തേവർ, ചെറുകുന്നിലമ്മ എന്നീ ഉപദേവതകളും നിലകൊള്ളുന്നു. കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള അടവഴിപാടാണ് ശാസ്താവിന് ഏറ്റവും പ്രിയങ്കരമായ സമർപ്പണം. വാതരോഗ നിവാരണത്തിനുള്ള എണ്ണയാട്ടം, ശനിദോഷ നിവാരണത്തിനുള്ള നീരാഞ്ജനം, ഐശ്വര്യത്തിനായി നെയ്യഭിഷേകം എന്നിവയും പ്രധാന വഴിപാടുകളാണ്. ക്ഷേത്രത്തിലെ വഴിയമ്പലത്തിൽ ശാസ്താവിൻ്റെ തിരുസന്നിധിക്ക് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മരത്തൂൺ ഭണ്ഡാരം ഒരു അപൂർവ കാഴ്ചയാണ്. ഭക്തർ കാര്യസിദ്ധിക്കായി ശാസ്താവിനെ പ്രാർത്ഥിച്ച് ഇവിടെ നാണയം സമർപ്പിക്കുന്നു. വൃശ്ചികം 1 മുതൽ ധനു 10 വരെ നീണ്ടു നിൽക്കുന്ന 40 ദിവസത്തെ മണ്ഡലകാല മഹോത്സവം ചാത്തക്കുടം ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ്. ഈ കാലയളവിലെ ആചാരങ്ങൾ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യത്തെയും പ്രാധാന്യത്തെയും ഉയർത്തിപ്പിടിക്കുന്നു. മണ്ഡലകാലത്ത് 40 ദിവസവും ദിവസം 3 നേരം ശീവേലി നടക്കുന്നു. ഇന്ന് കേരളത്തിലെ വളരെ വിരളമായ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമാണിത്. ഇത് ക്ഷേത്രത്തിൻ്റെ പൗരാണികവും ആചാരനിഷ്ഠവുമായ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. കൂടാതെ 40 ദിവസവും നവകം, പഞ്ചഗവ്യം, തന്ത്രിപൂജ എന്നിവയും നടക്കുന്നു. 1970-71 കാലഘട്ടത്തിൽ ഭൂനിയമം പാസ്സായതിനു ശേഷം ചാത്തക്കുടം ക്ഷേത്രത്തിൻ്റെ ഊരാളനായ അവണാമന തമ്പുരാൻ പാട്ടങ്ങളും ഇതുകളും കിട്ടാതായ കാലഘട്ടം മുതൽ ഈ മുടങ്ങിപ്പോയ ഈ നമ്മുടെ വൃശ്ചികം ധനുമാസങ്ങളിലെ മണ്ഡലകാല ആഘോഷം ചാത്തക്കുടം ക്ഷേത്രത്തിൽ മുടങ്ങിക്കെടുക്കുകയായിരുന്നു. ആ ആഘോഷങ്ങളെ പുനരുദ്ധരിപ്പിക്കാൻ 2010 നടന്ന ദേവപ്രശ്നപ്രകാരം 2011 മുതൽ ചാത്തക്കുടം ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആ മണ്ഡലകാലം 40 ദിവസവും പണ്ട് മുതൽ നടന്നു വന്നിരുന്ന എന്താണോ അതേപോലെ ഇപ്പോഴും നടത്തി വരുന്നു. മണ്ഡലകാല മഹോത്സവത്തിൻ്റെ 40ാം ദിവസം, അതായത് 10ാം ഉദയം ദിവസം ക്ഷേത്ര ദർശനത്തിന് അത്യുത്തമമാണ്. ഈ ദിവസം രാവിലെ വിശേഷാൽ കളഭാഭിഷേകം, ചതുശ്ശതം, തുടർന്ന് മേളത്തോടു കൂടിയ ശീവേലി എന്നിവയും നടക്കും. വൈകുന്നേരം നിറമാല, ദീപാരാധന, സന്ധ്യാവേല, വിളക്കാചാരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തുടർന്ന് ഗംഭീര പഞ്ചാരിമേളം, ഇടയ്ക്കാ പ്രദക്ഷിണം എന്നിവയും നടക്കും.
മണ്ഡലകാലത്ത് ശാസ്താവിൻ്റെ നടയിൽ ഭജനമിരിക്കുന്നതും എണ്ണയാട്ടം വഴിപാടായി നടത്തുന്നതും വാതരോഗ നിവാരണത്തിന് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. 1441 വർഷത്തെ പാരമ്പര്യമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരം ചാത്തക്കുടം ശാസ്താവിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഏറ്റവും വലിയ ആഘോഷമാണ്. 24 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്ര ആഘോഷങ്ങളിൽ ഒന്നാണിത്. പെരുവനം ഗ്രാമത്തിൻ്റെ ഗ്രാമരക്ഷകനായ ചാത്തക്കുടം ശാസ്താവാണ് പൂരങ്ങളിൽ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്നത്. പൂരത്തോടനുബന്ധിച്ച് ശാസ്താവ് ഏകദേശം 140 കിലോമീറ്ററോളം ഗ്രാമവീഥികളിലൂടെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്നു. മകയിരം നാളിൽ കൊടിയേറ്റം നടക്കുന്നു. തിരുവാതിര നാളിലാണ് ഭക്തിസാന്ദ്രമായ ശാസ്താവിൻ്റെ പുറപ്പാട്. സഹോദര സ്ഥാനത്തുള്ള ചക്കംകുളങ്ങര ശാസ്താവും ധന്വന്തരി മൂർത്തിയായ തൈക്കാട്ടുശ്ശേരി ഭഗവതിയും പുറപ്പാടിന് ശാസ്താവിൻ്റെ കൂടെ എഴുന്നള്ളുന്നു. പൂയം നാളിൽ ചരിത്രപ്രസിദ്ധമായ പെരുവനം പൂരം നടക്കും. ആയില്യം നാളിൽ പിടിക്കപ്പറമ്പ് പൂരവും മകം നാളിൽ ചരിത്രപ്രസിദ്ധവും അപൂർവങ്ങളിൽ അപൂർവമായ പിടിക്കപ്പറമ്പ് ആനയോട്ടവും നടക്കും. ദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിച്ച ആനകൾ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളിൽ വളരെ വിരളവും ഈ പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതയുമാണ്. പൂരം നാളിൽ ആറാട്ടുപുഴ പൂരം നടക്കും. ചാത്തക്കുടം, പെരുവനം, പിടിക്കപ്പറമ്പ്, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലെ ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പുകൾക്ക് ഗംഭീരമായ പഞ്ചാരിമേളം അകമ്പടിയാകുന്നു. ഉത്രം നാളിൽ ഗ്രാമരക്ഷകരുടെ ഗ്രാമബലിക്കായി ചാത്തക്കുടം, തിരുവുള്ളക്കാവ് ശാസ്താക്കന്മാർ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളി ഗ്രാമവാസികളെ അനുഗ്രഹിക്കും. 2 ദേവന്മാർ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളുന്നത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ മാത്രം സവിശേഷതയാണ്. കുംഭമാസത്തിലെ പൂയം നാളിലാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ഈ ദിവസം കളഭാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട് എന്നിവ നടക്കുന്നു. കാർഷിക സമൃദ്ധിക്കായുള്ള ഇല്ലം നിറ, രാമായണ മാസാചരണം, മഹാഗണപതി ഹോമം, അഷ്ടമി രോഹിണി, നവരാത്രി മഹോത്സവം എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളാണ്. ചാത്തക്കുടം ശ്രീധർമ്മശാസ്ത ക്ഷേത്രം ഒരു ദേശത്തിൻ്റെ ചരിത്രപരമായ പൈതൃകവും ആത്മീയ ചൈതന്യവും ഒത്തുചേരുന്ന പുണ്യഭൂമിയാണ്. വിശ്വാമിത്ര സങ്കല്പത്തിലുള്ള ശാസ്താവ് ഗ്രാമരക്ഷകന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി ഭക്തർക്ക് അഭയമായി നിലകൊള്ളുന്നു. വാതരോഗ നിവാരണത്തിലുള്ള എണ്ണയാട്ടത്തിലൂടെയും കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള തൂണു ഭണ്ഡാരത്തിലൂടെയും പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ ആചാര്യസ്ഥാനത്തിലൂടെയും ഈ ക്ഷേത്രം കേരളീയ സംസ്കാര ജീവിതത്തിൽ തൻ്റെതായ ഒരിടം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രപരമായ സ്പർദ്ധകൾക്കിടയിൽ ഉത്ഭവിച്ച് സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ഗ്രാമബലി ചടങ്ങുകളിലൂടെ ചാത്തക്കുടം ശാസ്താവ് ഇന്നും തലമുറകളിലേക്ക് വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദീപം പകരുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിലും ആനപ്പള്ള മതിലിലും മരത്തൂൺ ഭണ്ഡാരത്തിലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥകൾ ഉറങ്ങിക്കിടക്കുന്നു. നമ്മുടെ പൈതൃകത്തിൻ്റെ ഈടുവെപ്പായ ഇത്തരം ക്ഷേത്രങ്ങളെ അടുത്തറിയുന്നത് കേവലം ഒരു തീർത്ഥാടനം എന്നതിലുപരി നമ്മുടെ സാംസ്കാരിക വേരുകൾ കണ്ടെത്താനുള്ള ഒരു യാത്ര കൂടിയാണ്.